SSF ഡിവിഷൻ സാഹിത്യോത്സവത്തിന് സമാപനം കുറിച്ചു. സംസ്ഥാന വ്യാപകമായ വിദ്യാർത്ഥികളുടെ സർഗവാസനയും അതിലുപരി സാമൂഹിക പ്രതിബദ്ധതയും തട്ടിയുണർത്തുന്ന ചരിത്രങ്ങളും സാഹിത്യങ്ങളും കീർത്തനങ്ങളും എല്ലാം മാധുര്യമേറിയ വരികളാൽ ആലാപനം നടത്തിയും പ്രസംഗത്തിലൂടെയും സമൂഹത്തിന് സന്ദേശം നൽകി മാതൃകയാകാവുന്ന തരത്തിലാണ് സാഹിത്യോത്സവം സംവിധാനിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളിലായി കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ എടയാറിൽ നടന്ന പരിപാടിയിൽ 150ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF തുടങ്ങി സംഘടനാ പ്രമുഖർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിശദീകരണവുമായി SSF ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് സഖാഫി ചേരുന്നു. SSF കളമശ്ശേരി ഡിവിഷൻ സാഹിത്യോത്സവം എടയാറിൽ ജൂലൈ 27, 28 തീയതികളിൽ അൽഹംദുലില്ലാഹ് നേരത്തെ കൂട്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി നിരന്തരമായ ഒരുമിച്ച് കൂടലുകളും ആലോചനകളും ചിന്തകളുമൊക്കെയായി സജീവമാവുകയും ചെയ്തിരുന്നു. ഇന്നത് സമാപനത്തിലേക്ക് വളരെ ഭംഗിയായി പൂർത്തിയാക്കുകയും ചെയ്തു. സാഹിത്യോത്സവം എന്താണ് സമൂഹത്തിന് സന്ദേശമായി നൽകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കളമശ്ശേരി ഡിവിഷനിലെ 34 യൂണിറ്റുകൾ, 4 സെക്ടറുകൾ, ഇതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഡിവിഷൻ സാഹിത്യോത്സവത്തിലേക്ക് കടന്നിട്ടുള്ളത്. 34 യൂണിറ്റുകളിലും 4 സെക്ടറുകളിലും 160ഓളം ഇനങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഏറ്റവും ചെറിയ താഴെ തട്ടിലുള്ള കുട്ടികൾ മുതലുള്ളവർ ഒരേ വേദിയിൽ ഒരേ സ്വരത്തോടെ അവർ പങ്കെടുക്കും. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ. മഴക്കാലമാണ്, മഴയ്ക്കൊപ്പം രോഗങ്ങളും വന്നു തുടങ്ങിയല്ലേ. മെഡിക്കൽ ടെസ്റ്റിന് ഇനി പോക്കറ്റ് കാലിയാകും എന്ന പേടിയെ വേണ്ട. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ